ഹെൽത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് ഓരോ പ്ലാന്റ് നിൽക്കുന്നത് നോക്കും. ഓരോ പ്ലാന്റും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇല കട്ട് ചെയ്തിട്ട് ഇടുക എന്നുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ദീപൻ, നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വളരെ നന്നായിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ വളരെ ആകർഷണീയമായിട്ട്, കാരണം എല്ലാവരുടെയും മനസ്സിൽ നല്ല രീതിയിൽ ഇതുപോലൊരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു തോട്ടം ഡെവലപ്പ് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയിൽ രൂപകൽപ്പന ചെയ്താൽ മാത്രമേ ഇതുപോലെ ആയി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ വെറുതെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം. പക്ഷേ അത് ഇത്രയും ഐഡിയലായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഞാനിതിനകത്ത് അത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ 8 മാസം കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഇതിനകത്തുണ്ടാക്കിയത് അല്ലേ? അതെ, 8 മാസം കൊണ്ട് എന്ന് പറഞ്ഞാൽ സാറേ, നമ്മൾ മണ്ണിൽ കൃത്യമായിട്ട് വളവും ശരിയായിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം കൊടുക്കുന്ന ഒരു രീതിയല്ല. ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്തിട്ട് കൃത്യമായി ഒരു ചെടിക്ക് 1 ലിറ്റർ വെള്ളം മാക്സിമം ഒരു ദിവസം കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ജലസേചനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഏറ്റവും, കാരണം നന പോലും ഈ ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായിരിക്കണം. നമ്മളിപ്പോൾ വളപ്രയോഗം, അതിന്റെ കീടനിയന്ത്രണം അല്ലെങ്കിൽ രോഗനിയന്ത്രണം, ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ, ഇപ്പോൾ രോഗങ്ങളെയും കീടങ്ങളെയും വളത്തിൽ കൂടി തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ശാസ്ത്രീയത എന്ന് പറയുന്നത്. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു റിയാക്റ്റീവ് ആവരുത്, പ്രോ ആക്റ്റീവ് ആവുക. വരാതെ ചെടിയെ സംരക്ഷിച്ചെടുക്കുവാനുള്ള വളപ്രയോഗം ചെയ്താൽ തന്നെ ഇതിന്റെയൊക്കെ ഹെൽത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് ഓരോ പ്ലാന്റ് നിൽക്കുന്നത് നോക്കും. ഓരോ പ്ലാന്റും കണ്ടു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഇല കട്ട് ചെയ്തിട്ട് ഇടുക എന്നുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം അത് സെൽഫായിട്ട് തന്നെ അതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആണ്. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ്, എത്ര നാൾ മുമ്പാണ് ഇത് തുടങ്ങിയത്? ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എന്ന് പറയാമോ? തീർച്ചയായിട്ടും സാറേ. ഇത് പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത് കൊട്ടാരിക്കരയ്ക്കും കുണ്ട്രയ്ക്കും ഇടയ്ക്ക് ചീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. ചീരങ്കാവിൽ നിന്ന് 1 കിലോമീറ്റർ അകത്തേക്ക് പൗത്രീശ്വരൻ റൂട്ടിൽ ഇതിൻ്റെ ഉടമ മിസ്റ്റർ ബിജു ആണ്. ഇപ്പോൾ നിലവിൽ ഗൾഫിലാണ്. പുള്ളി ഈ ലാൻഡ് പൂർണ്ണമായിട്ടും പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. നേരത്തെ എന്തായിരുന്നു ഇവിടെ ഈ റബ്ബർ കിടന്ന ഒരു സ്ഥലമാണ്, റബ്ബർ പ്ലാന്റേഷൻ. ഈ റബ്ബർ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തത് ഈ ഗ്രൗണ്ടിനെ ലെവൽ ചെയ്തു. അപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ ലാൻഡ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് വളരെ ഭംഗിയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റേഷൻ ആക്കി തരണം, അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റേഷൻ. അത് ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് പുള്ളിക്ക് അറിയില്ല, പക്ഷേ അത് ഏറ്റവും മികച്ചതായിരിക്കണം എന്ന ഒരു കാര്യം മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാനാണ് തീരുമാനിച്ചത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്ലാന്റുകൾ തിരഞ്ഞെടുത്തതും. നമ്മൾ എല്ലാവർക്കും പ്ലാന്റേഷൻ ചെയ്യാൻ കഴിയും സാറേ, പക്ഷേ അതിനകത്തുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാം, ഒരുപാട് പേര് പ്ലാന്റേഷൻ ചെയ്തിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് അവസാനം വരുന്നത് നമ്മുടെ കയ്യിലേക്കാണ്. കാരണം ആർക്കും തുടർ പരിചരണം എങ്ങനെ നടത്തണമെന്നും അതിൻ്റെ വളപ്രയോഗം എങ്ങനെ നടത്തണമെന്നും കീടനിയന്ത്രണം എങ്ങനെ നടത്തണമെന്നും അറിയില്ല. പല പ്ലാന്റേഷനും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാൽക്കുലേഷനുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു കനോപ്പി എക്സ്റ്റെൻഡ് ആവുമ്പോൾ എത്രമാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്ലാന്റുകൾ വെക്കേണ്ടത് എന്ന കൃത്യമായ ഒരു കണക്കുകൂട്ടൽ ഇല്ലാതെയാണ് പലരും പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരു മാവാണെങ്കിൽ ആ മാവിന് എത്ര അകലം കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ 5 വർഷം കഴിയുമ്പോൾ അതിന് എത്രമാത്രം കനോപ്പി എക്സ്റ്റെൻഡ് ചെയ്ത് തമ്മിൽ ഓവർലാപ്പ് ആവാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം പ്ലാന്റുകൾ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെയാണ് പ്രൂണിങ്ങും. നമ്മൾ എങ്ങനെയെങ്കിലും ചെടിയെ വളർത്തുന്നതിലല്ല കാര്യം, ആ ചെടിയെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നമ്മളുടെ കൺട്രോളിൽ വളർത്തിയെടുത്ത് ഭംഗിയായി അതിനകത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോഴാണ് ഒരു പ്ലാന്റേഷൻ മനോഹരമാവുന്നത്. ആ ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൈയുടെ ക്വാളിറ്റി, നമ്മൾ പല പ്ലാന്റുകൾ നോക്കിയാൽ അറിയാം. ഏത് പ്ലാന്റേഷൻ നിങ്ങൾ പോയി നോക്കിക്കോ,
ഇത്രയും ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടാണ് ഏത് പ്ലാന്റേഷനും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ നിൽക്കില്ല. പൂർണ്ണമായിട്ടും ഈ ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമ്മൾക്ക് ആവശ്യം. ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലല്ല കാര്യം, അത് തുടർ പരിചരണം നടത്തി അവരുടെ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ച് അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള രീതിയാണ് പുനർജനി അവലംബിക്കുന്നത്. തീർച്ചയായിട്ടും സാറിന് ഇവിടെ കാണാൻ കഴിയും. നമസ്കാരം, ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദീപൻ വേണു എന്നാണ്. ഞാൻ കൊല്ലം കുണ്ട്ര പെരുമ്പുഴ സ്വദേശിയാണ്. ഞാനൊരു 13 കൊല്ലം ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും കൃഷിയും കൃഷിയേതര ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഞാനൊരു ജൈവ കർഷകൻ കൂടിയാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ജേതാവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ 23-24 മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡ് കൊല്ലം ജില്ലയുടെ അവാർഡും ഞാനാണ് കരസ്ഥമാക്കിയത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൈവ കൃഷിയിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് കോഴ്സ് മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ഒരു വ്യക്തിയാണ്. വൃക്ഷായുർവേദം ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കഴിഞ്ഞ 6 വർഷമായിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള അറിവുകളും എൻ്റെ കൃഷിയേതര അറിവുകളുമാണ് ഞാൻ മറ്റുള്ള ഫീൽഡുകളിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം 7 ഫാമുകളുടെ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ BPKP ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ബ്ലോക്ക് തല LRP കൂടിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൃഷി അറിവുകളും എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ എൻ്റെ ക്ലയൻസിൽ നൽകുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ എഫേർട്ടുകൾ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. എൻ്റെ എക്സ്പീരിയൻസ് അത്തരത്തിൽ നമ്മൾ പ്ലാന്റേഷൻ ചെയ്ത ഒരു പ്ലാന്റേഷനാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെല്ലാം നമ്മൾ പരിപാലിക്കുന്നത് ഗ്രീൻ പ്ലാന്റ് ടെക്നോളജി ഉപയോഗിച്ച് തന്നെയാണ്. പൂർണ്ണമായിട്ട് ഗ്രീൻ പ്ലാന്റ് ടെക്നോളജി ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള സാധാരണ നമ്മളൊരു തോട്ടം ഇതുപോലെ ഇത്രയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതിന് 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ 2 വർഷമോ വേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും. പക്ഷേ ഇത് 8 മാസം കൊണ്ട് തന്നെ ഇത്രയും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിയുടെ ഒരു മഹത്വം തന്നെയാണ് അല്ലേ? 100% സാറേ. ടെക്നോളജിയുടെ മഹത്വം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം നടത്തുന്നു എന്നുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ ചെടി വീക്ക് ആയതിനു ശേഷമല്ല വളം ചെയ്യേണ്ടത്. നമ്മൾ ചെടിയെ മനസ്സിലാക്കി ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു ഭൂമി പവർ എന്നുള്ളത് 3 മാസം അതിന് റിസൾട്ട് കിട്ടുമെങ്കിൽ എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ചെടിയെ നമ്മൾ വിലയിരുത്തണം. അതിനേതെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി സിൻഡ്രോം കാട്ടുന്നുണ്ടോ? അങ്ങനെ കാട്ടുവാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ വളപ്രയോഗ രീതികൾ മനോധർമ്മം അനുസരിച്ച് കുറേ കാര്യങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതെ അതെ. ഇതിനകത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഈ തോട്ടത്തിന്റെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രോഡക്ട്സ് ആണ് അല്ലേ? അതെ അതെ. ഈ കാണുന്ന ഭൂമി പവർ, ഗ്രോയ്, നൈട്രോക്കിങ്, ഇതെല്ലാം ഫ്ലവറിങ്ങിന് ബ്ലൂമാണ്. അതെ അതെ. ഓക്കെ, ഫ്ലവറിങ്ങിന് ഇത് കൂടുതലായിട്ടും പച്ചക്കറി വിളകൾക്കാണ് ഇപ്പൊ ഉപയോഗിച്ചത്. ഫ്ലവറിങ് സ്റ്റാർട്ട് ആയിട്ടില്ലാത്തത് കൊണ്ട് ഫ്രൂട്ട് പ്ലാന്റ് നമ്മൾ ഇത്തരത്തിലുള്ള വളങ്ങൾ, അതായത് വളർത്തുക എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള വളങ്ങൾ മാത്രമാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എത്ര നാൾ മുമ്പാണ് നമ്മൾ ഇതിവിടെ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്? എത്ര നാളായി ഇതിങ്ങനെ? സാറേ ശരിക്കും ഇത് 8 മാസം ആയതേ ഉള്ളൂ. 8 മാസമേ ഉള്ളൂ. 8 മാസം. 8 മാസത്തിനിടയിൽ നമ്മൾ 2 വളപ്രയോഗം ഇതിന് ചെയ്തിട്ടുണ്ട്. അടിവളത്തിൽ ഉപരി 2 വളപ്രയോഗം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ആദ്യം നമ്മൾ 2 അടി വിസ്താരത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ നിന്ന് മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം പൊടിഞ്ഞ കരിയില അടിഭാഗത്തായിട്ട് ഇട്ട് പച്ചക്കൊക്കെയാണ് അടിഭാഗത്തായിട്ട് pH മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം ഏകദേശം 50 മുതൽ 100 ഗ്രാം പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഭൂമി പവറും റൂട്ട് ഗാർഡ് 50 ഗ്രാമും ഇട്ടിട്ടാണ് ഇതിനെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്ലാന്റ് ചെയ്ത് 1.5 മാസം കഴിഞ്ഞിട്ട് ഗ്രോ എന്ന് പറയുന്ന ഒരു വളർച്ചാ തുരകം നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ 3 മാസത്തിന് ശേഷം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ ശാഖകളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തല കട്ട് ചെയ്ത് ഇതിനെ സൈഡിലേക്ക് ബ്രാഞ്ച് ഔട്ട് ആക്കിയിട്ടുണ്ട് എല്ലാ പ്ലാന്റുകളുടെയും. കീടങ്ങളും രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി കീടങ്ങളും രോഗങ്ങൾക്കും പ്രത്യേക ആയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം മണ്ണിൽ തന്നെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടി വളരെ
കൃത്യമായിട്ട് വളർന്നു വരികയും കീടാക്രമണം ഇല്ലാതെ അതിന് തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോൾ ചെടി വീക്കാവുന്നോ അപ്പോൾ മാത്രമാണ് രോഗങ്ങളും കീടങ്ങളും ഉണ്ടാകുന്നത്. അത് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പ്രത്യേകിച്ചിട്ട് ഒരു കീട നിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല.